വെള്ളം സംഭരിച്ചിട്ട് ഇത് ചെയ്യുന്നുള്ളതാണ്. അതിലെന്താ പറഞ്ഞ തദ്ദേശ വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്താ വെച്ചാൽ ധാരാളം ഇറക്കുമതിയും കള്ളക്കടത്തും വരികയാണ്. അത് നമുക്ക് നിരോധിക്കാൻ സാധിക്കുന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ സംവിധാനം. അതേപോലെ തന്നെ വേറൊരു ഗുണമുള്ളത് കാർഷികോൽപ്പന്നങ്ങളുടെ എത്തനോൾ ഉണ്ടാക്കുന്നത് കാർഷികോൽപ്പന്നങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് അതൊരു ചെറിയ ഗുണം ചെയ്യുന്നുള്ളതാണ് റിപ്പോർട്ട്. ഇത്രയൊക്കെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഭൂഗർഭയിൽ എടുക്കുന്നില്ല പറഞ്ഞപ്പോൾ വലിയ തർക്കം ആരും പറഞ്ഞില്ല. ഇതാണ് അതിലുണ്ട്. അല്ല, അത് ഇത് അറിഞ്ഞിട്ടില്ല. അവർ ഭൂഗർഭജലം എടുക്കുന്നില്ല എന്നുള്ളത് അറിയില്ല. ഇല്ല, ഭൂഗർഭജലം എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് തീരുമാനിച്ചല്ലോ. അന്നത്തെ ചർച്ചയിൽ തന്നെ ഭൂഗർഭജലം വേണ്ടാന്ന് വെച്ചു. പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അത് വ്യവസായം ഇവിടെ വരണ്ടേ എന്നുള്ള നിലയ്ക്കാണ് വ്യവസായ വകുപ്പിൻ്റെയും തദ്ദേശ വകുപ്പിൻ്റെയും ആവശ്യം. അവർക്കിത് മുഴുവൻ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് കേരളത്തിന് എത്ര വലിയ സാമ്പത്തിക നഷ്ടമുണ്ട് എന്നുള്ളതാണ് അവരുടെ കണക്ക്. അങ്ങനെയാണ് ഒരു ചർച്ച ചെയ്തിട്ട് ക്യാബിനറ്റ് ഒരു തീരുമാനം. ഇല്ല, അത് പ്രതിപക്ഷത്തെ അവിടെ ഇല്ലല്ലോ ചർച്ച ചെയ്ത്. ക്യാബിനറ്റിൽ അത് വളരെ വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് തീരുമാനമെടുത്തത്. എതിർപ്പല്ല, ഭൂഗർഭജലം ആരാ പറഞ്ഞത്? ആരായിരിക്കും പറയുക? എന്താ വെച്ചാൽ ഞാൻ അനുഭവസ്ഥരല്ലേ, അപ്പം അതുകൊണ്ടത് പറഞ്ഞത്. പിന്നെ അവിടെയല്ല, ഭൂഗർഭജലം ഏറ്റവും താഴ്ചയുള്ളത് മോശമുള്ളത് ഞങ്ങളുടെ ആ ഭാഗത്താണ്. അവിടെ ഇപ്പോൾ തടയണയൊക്കെ വന്നപ്പോൾ 19 തടയണ കൊണ്ടുവന്നു. ഭൂഗർഭജലം 1200 അടിയായിരുന്നു, അത് പോയി 300 അടി താഴെ. പ്രതിപക്ഷത്തിൻ്റെ കടമയല്ലേ ഇത്, അല്ലാണ്ട് ഞാൻ എന്താ പിന്നെ പറയാ? സർക്കാർ തീരുമാനമെടുക്കുന്നു, പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള CPIക്ക് പോലും അടുത്ത അതൃപ്തിയുണ്ട്. കാരണം ഈ ജലചൂഷണം നടത്താൻ അനുവദിക്കില്ല എന്നുള്ള. ഇല്ല, അതല്ല, അതിൻ്റെയൊക്കെ എതിർപ്പ് കൊണ്ടാണ് ഗ്രൗണ്ട് വാട്ടർ വേണ്ട വെച്ചത്. അതുകൊണ്ടാണ്. അതിനിപ്പോൾ ധാരാളം സാധ്യതയുണ്ട്. ഇപ്പോൾ വാളയാർ ഡാം എടുത്താൽ അതിലെ മണ്ണ് മാത്രം മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ സ്റ്റോറേജ് 1 TMC വെള്ളമെങ്കിൽ അതിൽ സ്റ്റോറേജ് കിട്ടും. കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നെന്മാറ ഇരട്ടക്കൊല